അലൈക്കും പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ രാജ്യത്ത് പല തെരീക്കത്തുകളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നല്ലോ. അതിൽ ഒറിജിനൽ ഏത് ഡൂപ്ലി ഏത് എന്നൊന്നും തിരിച്ചറിയാൻ ഇന്നത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക്, നാടന്മാർക്ക് സാധിച്ചോളണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പണ്ഡിതൻ ഒരു വെള്ള തുണിയും കുപ്പായും നല്ല തലികെട്ടും കിട്ടിയാൽ അവർ പണ്ഡിതരാണെന്നാണ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തോ ഒരു ഫിത്തനകളാണ് ചില ആളുകൾ പറഞ്ഞുണ്ടാക്കണമെന്നറിയാം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്, ഈ കുരുവട്ടൂരി തെരീക്കത്ത് എന്നപോലെ ആനന്തറ തെരീക്കത്ത്, നൂരിഷ തെരീക്കത്ത്, ഇങ്ങനെ ഓരോ തെരീക്കത്തുകൾ, ഈ തെരീക്കത്തുകൾ ഇവരിവിടെ പ്രവർത്തിക്കുന്നത് എന്തിനാ? അവർ പറയും ഞങ്ങൾ ദിക്റ് ചെല്ലാൻ, ഞങ്ങളുടെ മശായിഖന്മാർ അത് പറഞ്ഞ് ഇതൊന്നും മശായിഖന്മാർ പറഞ്ഞത് ചെയ്യുക എന്നായിരിക്കും അവർക്ക് ഞാൻ പറയാനുള്ളതെങ്കിൽ, അതൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം, അവരെ പഠിപ്പിച്ച ഉസ്താദുമാരെ അവർ ഒന്നുമല്ല എന്നും ഇവിടെയുള്ള സുന്നി സംഘടനകൾ ഒരു 10 പൈസക്കും പറ്റൂല എന്നും സ്ഥിരീകരിക്കാനാണ് അവരിവിടെ പരിപാടികൾ വെക്കുന്നത് മുഴുവനും. ഇപ്പോൾ കാന്തപുരം AP ഭാഗത്തിൽ നിന്ന് പോകുന്ന ആളാണല്ലോ നൗസാദും കൂട്ടരും കുരുവട്ടൂരികൾ. അവരിവിടെ ഓരോ കവലകളിലും പ്രസംഗം നടത്തുന്നത് സ്വന്തം ഉസ്താദുമാരെ തള്ളി പറയാൻ വേണ്ടിയിട്ട്. ഇത് ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈബത്ത് പറയല്ലേ എന്ന് അങ്ങോട്ടും ചോദിക്കണേ. ഇങ്ങനെ അവർ ഈബത്തും നമീമത്തും പറയാണ്, അത് ഇല്ലാതാക്കണം എന്ന് പറയുമ്പം ഓരോരുത്തർ കമൻറ്റിലൂടെ ചോദിക്കുകയാണ്, നിങ്ങൾ പറയും ഞാൻ പറയുന്നതും ഈബത്തല്ലേ എന്ന്. ഇവിടെ തെറ്റ് കണ്ടാൽ അതിനെന്താണെന്നറിയോ? അത് തെറ്റാണെന്ന് അറിയലോടുകൂടെ ആ തെറ്റ് ചെയ്യുന്ന ആളുകളെ വിമർശിക്കാൻ ഇവിടെ ഏത് നാടന്മാർക്കും അവകാശമുണ്ട്. എന്തിനാണ് നമ്മൾ പറയുന്നത്? അത് നമ്മളെപ്പോലത്തെ ആളുകൾ അതിലേക്ക് ചെല്ലരുതെന്ന് എഴുതിയിട്ടാണ്. അല്ലാതെ ഇവരെ റേഷൻ മേലല്ല നമ്മളരി, ഇവരുടെ റേഷൻ കാർഡ് മേലല്ലല്ലോ നമ്മളരി, ഇവരല്ലല്ലോ നമ്മളെ വളർത്തുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പച്ചപാവങ്ങൾ പൊതുജനങ്ങളെ വിളിച്ചു വരൂലെന്നാണ്. ഓരോ ഭാഗത്തേക്ക് ജനങ്ങൾ കൂടുന്ന ഭാഗത്തേക്ക് ഇവരെന്താണ് ഒരു മൈക്ക് സെറ്റും പിന്നെ ഇതൊക്കെ പാടെ കൊണ്ടാണ് ചെല്ലുക. പഴയ കാലത്തുള്ളവർ പറഞ്ഞിനി ഇരുമ്പ് സംസാരിക്കണ കാലം വന്നാൽ ക്യാമന്നാണ്ട് അടയാളാണെന്ന്. അപ്പോൾ ഈ മൈക്ക് സെറ്റും ഇതും ഒരു കാലത്ത് എന്ത് ചെയ്യുന്നറിയോ, കല്യാണങ്ങൾ വരെ ബഹിഷ്കരിച്ചിരുന്നു ഈ വീഡിയോ ഒക്കെ എടുക്കണേ. ഇത് കൊണ്ടാണ് ചെല്ലുക. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, ഇവരാൾക്കാരൊക്കെ വിളിച്ചു വരുത്തിക്കാണ്ട് കുറച്ച് ആൾക്കാർ കൂട്ടിക്കാണ്ട് അവിടെ നിസ്കാരം, നോമ്പും ഹജ്ജും സക്കാത്തും എന്നതുപോലെ ഈ സൽസ്വഭാവവും ദിനചര്യകളും ഇസ്ലാമിലെ സ്ത്രീയും മുസ്ലിമും ഉമ്മത്തും സഹോദരങ്ങളും സഹോദര്യബന്ധവും അയൽപക്കബന്ധവും എന്നതുപോലെ ഇബാദത്തുകളും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും നിസ്കാരങ്ങളും മയ്യത്ത് നിസ്കാരങ്ങളും അതിൻ്റെ വിധികളും ഫർള് കിഫയാണോ അയിനാണോ ഇതൊക്കെ വിശദീകരിക്കേണ്ട ആളുകൾ ഇപ്പോൾ എന്താണ് വിശദീകരിക്കണമെന്നറിയോ? ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദർസ് നടത്തുന്ന ഉസ്താദുമാരെ പറ്റി അയാൾ പറ്റാത്ത ആളാണ്, അയാൾ കൊള്ളാത്ത ആളാണ്, അയാൾ അതിൻ്റെ ആളാണ് ഇതിൻ്റെ ആളാണെന്ന് പ്രസംഗിക്കുകയാണ്. സ്വന്തം ഉസ്താദുമാരെ പറ്റി വയോവൃദ്ധരായിരിക്കുന്ന ഈ AP പറ്റി എന്നതുപോലെ തന്നെ സുലൈമാൻ മൗലവിയെ പറ്റിയൊക്കെ ഈ ചോട്ടകൾ അവരെ ആയ ആളുകളാണ്. ഇവരെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ഈ സുലൈമാൻ മൗലവിയുടെ ശിഷ്യനാണ് ഇപ്പോൾ ഈ നൗസാദാസിനൊക്കെ. ഇങ്ങനത്തെ ആളുകൾ സ്വന്തം ഉസ്താദുമാരെ പച്ച ഇറച്ചി തിന്നുകാണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒന്നും അല്ലാതാക്കുന്നത് കാണുമ്പം നമ്മളതിൻ്റെ ആളായിട്ടൊന്നുമല്ല, ഞാൻ AP കാരനായിട്ടൊന്നുമല്ല പറയണത്. ഇത് കേൾക്കാൻ ഒരു സുന്നിക്കും ഇത് കേൾക്കാൻ കഴിയൂല. ഇവരൊക്കെ നമ്മളെന്താണെന്നറിയാം, നമ്മളെ ഈ സുന്നത്തി ജമാഅത്തിൻ്റെ സഹോദരങ്ങളാണ് പരസ്പരം. ഇവിടെ 2, 3, 4 സംഘടന ആയിട്ടുണ്ടെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഇഫക്റ്റീവ്സാണ്, അല്ല യഥാർത്ഥത്തിലുള്ളതല്ല. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതേ, ഈ പാവങ്ങൾ പണ്ഡിതന്മാർ നേരം വെളുത്ത് വൈകുന്നേരം വരെ ദർശനം നടത്തുന്ന ദീനിനു വേണ്ടി
നമ്മളെ ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ, ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന APEK സംസ്ഥാന പോലത്തെ സംഘടനകൾ, ഇവരൊന്നും എതിർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആളുകൾ വരുമ്പം എന്ത് ചെയ്യണമെന്നറിയോ, പോടാന്ന് പണി നോക്കി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ കവലയിൽ എന്തെങ്കിലും പരിപാടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പൊക്കെ ചെന്നുകൊണ്ട് നമ്മളൊരാളായി നിൽക്കാതെ അവരെ അട്ടിയൊടിക്കാൻ വേണ്ടിയത്, ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാതെ നിൽക്കാൻ വേണ്ടിയത്. അട്ടിയൊടിക്കാൻ നമുക്ക് അർഹതല്ല, ഇന്ത്യ സ്വതന്ത്ര രാജ്യമാണല്ലോ. അപ്പം അവർ പറയുന്നതിന് അനുകൂലിച്ച് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. ഓരോ മനുഷ്യന്മാരും ഒരു മുങ്കർ കണ്ടാൽ എന്ത് ചെയ്യണം, മൻറ ആ മിൻകും മുങ്കറൻ പല്ലത്തകയ്യർ ബിയദിഹിൻ, അവൻ്റെ കൈ കൊണ്ട് അതിനെ എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. കൈ കൊണ്ട് ഇല്ലെങ്കിൽ നാവ് കൊണ്ട് ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണം. അപ്പോൾ ഇങ്ങനത്തെ മുങ്കർ ഇവിടെ എന്താണ്, ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പം ഇവരൊക്കെ എന്താ വിചാരിച്ചത്, ഈ കണ്ട ഇവരൊരു കുറച്ച് ആൾക്കാരുടെ തിരഞ്ഞെടുത്തുകൊണ്ട് ഓല ബയ്യത്ത് ചെയ്യണമെന്നും എന്നാലേ നമ്മൾ സ്വർഗത്ത് പോകുള്ളൂ, എന്നാലേ നമ്മൾ ഈമാൻ പരിപൂർണ്ണമാകുള്ളൂ എന്നൊക്കെ ഇവരിവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ ഷിർക്കിലേക്ക് ആ ഭാഗത്തിലേക്ക് പോകാതിരിക്കുക. അവർ പറയുന്ന പച്ചക്കളവുകൾ നമ്മളെന്താണ് അത് വിശ്വസിക്കണം എന്നുള്ള നിലയ്ക്ക് ഇത് യൂട്യൂബിലും കൂടി വിടുമ്പോഴാണ് നമ്മളതൊക്കെ അറിയണത്. അപ്പോൾ ഇതൊക്കെ ഉസ്താദന്മാർ, ഏത് ഉസ്താദന്മാരാവട്ടെ, ഇപ്പോൾ മരിച്ചു പോയ വഫാത്തായവരെ പറ്റി എന്തൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഇവിടെ പൊരുത്തപ്പിടിച്ചോ. ഈ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ എത്ര ആൾക്കാർ അങ്ങോട്ടോടൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ കാര്യബോധമുള്ള പണ്ഡിതന്മാരൊക്കെ വഫാത്താകുന്നതിന് മുമ്പ് അവരൊക്കെ പൊരുത്തപ്പിടിച്ച് റാഹത്തോടു കൂടെയാണ് പോയത്. എന്നിട്ട് ഇപ്പോഴും അവരെ പച്ചരച്ച് തിന്നുക. അത് ഇത്തരം ആളുകൾ ശരണമെന്ന് കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.